ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണിയാണ്. ഇന്നൊരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗാണ്. അതുകൊണ്ട് ഞാനൊരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇത് കുറച്ച് പാലെടുത്തൊന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഉറയൊഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തിയാട്ടോ. കുറേ നാളായി ഇങ്ങനെ ഉറയൊഴിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു തൈര് ഞാൻ കഴിഞ്ഞ ദിവസം അല്ല, അപ്പോൾ മേടിച്ചിട്ട് കുറേ ദിവസമായി മേടിച്ചിരുന്നു. അതിനകത്ത് കുറച്ച് തൈര് എടുത്ത് ഞാനത് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഉറയൊഴിക്കാൻ വേണ്ടി. ഇനി അത് ചീത്തയായോ ഇല്ലയെന്നൊന്നും നോക്കിയതൊന്നും ഇല്ല. അതിന് മുന്നേ വന്ന് ഇവിടെ പാല് കാച്ചി, അത് കാച്ചി ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് നമ്മൾ അന്ന് മേടിച്ച കുറേ ദിവസമായി. അന്ന് കുറച്ച് ചാള മീൻ കിട്ടിയത് മേടിച്ചായിരുന്നു. അതിന് കുറച്ചെടുത്ത് അന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം മറന്നേ പോയി. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തോ നോക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ തുറന്നപ്പോഴാണ് മീൻ ഇരിക്കുന്നത് കണ്ടത്. അന്നേരം പിന്നെ വിചാരിച്ചു അതെടുത്ത് പുറത്ത് വെച്ചേക്കാം, ഐസ് മാറുമ്പോൾ വന്ന് മീൻ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞനെയും കൊണ്ട് മീൻ കഴുകൽ നടക്കത്തേ ഇല്ല. ആളന്ന് 2 മീൻ കഴുകി തന്നെ മണിക്കൂറെടുത്തു. അത് ഒരെണ്ണം കഴുകി പിന്നെയും വെള്ളത്തിൽ പിടിച്ച് ഇങ്ങനെ പൈപ്പിൻ്റെ ചോട്ടിൽ പിടിച്ച് അത് കഴിഞ്ഞ് പിന്നെയും അതിൻ്റെ ഒരു വാല് വെട്ടിയിട്ട് അങ്ങനെയൊക്കെ പിന്നെ മണിക്കൂർ എടുക്കുക. അതുകൊണ്ട് ഞാനങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം പിന്നെ വലിയ പാടില്ല. എപ്പോഴാന്ന് വെച്ചാൽ അടുത്ത് കറി വെച്ചാൽ മതിയല്ലോ. ഇതിപ്പോൾ കുറച്ച് ദിവസമായി, ഇത് ചീത്തയായോ ഇല്ലയോ ഒന്നും അറിയാനും വയ്യ. ഇനി കറി വെച്ച് നോക്കുമ്പോൾ അറിയാം. പക്ഷേ കട്ട് ചെയ്തിട്ട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. ഇതന്ന് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് കൊണ്ട് എനിക്കൊന്നും നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക്. കഴുകിയൊക്കെ വെക്കുവാണെങ്കിലും പിന്നെ ഇങ്ങനെ അല്ലാതെ കൊണ്ട് വെക്കുവാണെങ്കിലും ഇങ്ങനെ അതിൻ്റെ ഈർപ്പമല്ല ഇങ്ങനെ വലിഞ്ഞ് ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ വരും. നമ്മളിത് വെള്ളം ഒഴിച്ച് വെക്കുവാണെങ്കിൽ അങ്ങനെ ഇരുന്ന് അത് സെറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് അന്ന് ഐസൊന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ അങ്ങനെ ആട്ടോ എടുത്തത്. ഇത് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ച ഉടനെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒരു 4 മണിയൊക്കെ ആയി കേട്ടോ വന്നപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ഐസൊക്കെ അലുത്തിട്ട് അങ്ങനെ നന്നായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കത്രിക വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒന്നും എനിക്ക് ഭയങ്കര പാടായിരുന്നു കട്ട് ചെയ്യാൻ. ഇപ്പം കുഴപ്പമില്ല. പക്ഷെ എന്നാലും എൻ്റെ ചെതുമ്പൽ ഇളക്കാൻ എനിക്ക് കത്തി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് ചെതുമ്പലൊന്ന് ഇളക്കിയിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ഇട്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റും. ഈ കത്രിക മേടിച്ചിട്ട് വലിയ യൂസ് ആക്കിയില്ലെന്ന് വേണം പറയാൻ. ഇത് മേടിച്ചിട്ട് വലുതായിട്ട് അങ്ങനെ അധികം ഞാൻ മീൻ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. വല്ലപ്പോഴും ഒക്കെ ഉള്ള മീൻ മേടിപ്പൊക്കെ ഉള്ളൂ. മാർക്കറ്റിലൊക്കെ പോക്കൊക്കെ കുറഞ്ഞു. അതോടെ മീൻ മേടിപ്പും കുറയുമല്ലോ. കുഞ്ഞനങ്ങനെ മീനൊന്നും വാങ്ങിച്ചിട്ട് വരുത്തൊന്നുമില്ല. ഇറങ്ങിയ ആൾക്ക് മേടിക്കും. ഇപ്പോഴാണ് പിന്നെയും കടയിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുന്നത്. അല്ലാതെ ഇതിന് മുന്നേ ഒന്നും അങ്ങനെ കടയിൽ കയറി മേടിച്ചിട്ടൊന്നും വരുത്തൊന്നുമില്ല. ആൾക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. പുറത്ത് പോയി പച്ചക്കറി മേടിക്കാനോ മീൻ മേടിക്കാനോ അങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ല ആൾക്ക്. ഇപ്പം ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് എനിക്കെന്നാലും പേടിയാണ്. പുറത്തുനിന്ന് കുഞ്ഞിന് വയ്യാതായതിനു ശേഷം അങ്ങനെ പുറത്ത് പോയി സാധനങ്ങൾ അങ്ങനെ ആളെ കൊണ്ട് ഞാൻ തന്നെ മേടിപ്പിച്ചിട്ടേ ഇല്ല. എനിക്കിപ്പം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് ആൾ എന്തെങ്കിലും വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി മേടിച്ചിട്ട് വരും. അതാകുമ്പം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ചോദിക്കും എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ മേടിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത്. എന്നാലും ആൾക്ക് അത്ര അറിയത്തില്ല എന്തൊക്കെയാണ് മേടിക്കേണ്ടത്. നോക്കി മേടിക്കാനൊന്നും അങ്ങനെ അറിയത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം കുഴപ്പമില്ലാതെയൊക്കെ ആൾ സെറ്റായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം കഴുകി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കോവയ്ക്ക് വന്നിങ്ങനെ എൻ്റെ മുന്നേ വീണു കേട്ടോ. അപ്പോൾ ചീത്തയായി വീഴുകയാണ്. ഇപ്പം മേളിലോട്ടൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം പഴുത്ത് ചീത്തയായിട്ടൊക്കെ വീഴുകയാണ്. എന്ത് ചെയ്യാനാണ്, കുഞ്ഞിനും കയറാൻ പറ്റത്തില്ലല്ലോ കാല് വയ്യാതിരിക്കുന്നതുകൊണ്ട് മുകളിലോട്ട്. ഇപ്പം മേളിലോട്ട് അങ്ങ് പടർന്ന് കിടക്കുന്നത് കൊണ്ട് അതിനകത്തൊക്കെ നിറയെ കോവയ്ക്ക് പിടിച്ച് ഇപ്പുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വീട്ടിൽ നിന്നൊക്കെ വന്നാൽ മാത്രമേ അതിനകത്തൊന്ന് കയറി പറിക്കാൻ പറ്റത്തുള്ളൂ. തോട്ടി ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറിച്ചിടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പിന്നീട് പോയി കിടന്നു. അത് കഴിഞ്ഞപ്പം കുഞ്ഞൻ വന്നപ്പോൾ ഒരു കവർ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എന്താണ് ആ കവറിനകത്ത്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എടുത്ത് നോക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് എനിക്ക് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആളിന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് ഫുഡും വൈകുന്നേരത്തല്ല രാത്രിയിലത്തേക്ക് നമുക്ക് ഫുഡും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നൊന്നും ഉണ്ടാക്കണ്ട, നീ കിടന്നോ റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ പിന്നെ അത് അവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം പിന്നെ കുറച്ച് തുണി കഴുകാൻ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്നും കഴിയുന്നില്ല. കുഞ്ഞിൻ്റെ യൂണിഫോം കിടപ്പുണ്ടായിരുന്നു. അന്നേരം അതൊന്ന് കഴുകിയിടണമായിരുന്നല്ലോ. അങ്ങനെ പിന്നെ
അതൊന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോവായിരുന്നു. ഞാൻ പറഞ്ഞു ഷർട്ട് മാത്രം എടുത്താൽ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം കഴുകിയിടാം, സൺഡേ കഴുകാമെന്നും പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടിനും കൂടെ ചേർന്ന് കഴുകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ആ മുറ്റവും കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട, കാരണം തൂക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് കുഞ്ഞിനും തൂക്കാനൊന്നും പറ്റത്തില്ല. ഇനി നമ്മൾ നിന്നുകൊണ്ട് തൂക്കുന്ന മറ്റേ ഈർക്കിലി ചൂലിൻ്റെ ഒരെണ്ണം ഞാൻ കണ്ടായിരുന്നു. അതിനിപ്പം അങ്ങോട്ടെങ്ങാനും പോകുമ്പോൾ കടയിൽ നിന്നെങ്ങാനും മേടിക്കണം. മറ്റേ അല്ലാത്തത് നിന്നുകൊണ്ട് തൂക്കുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, പക്ഷെ അതിട്ട് തൂക്കുമ്പോഴത്തേക്ക് ചവറൊന്നും പോകുന്നില്ല കേട്ടോ. ഇവിടുത്തെ ആ ഒരു മുറ്റമെന്ന് വെച്ചാൽ ഒരു വല്ലാത്ത രീതിയിലുള്ള മുറ്റമാണ്. ഇങ്ങനെ കല്ലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കല്ലൊക്കെ നീങ്ങി പോകുന്നതല്ലാതെ അത് പോകുന്നില്ല. പിന്നെ ഒരു വ്ളോഗിനകത്ത് ഒരു കമൻറ്റ് കണ്ടിരുന്നു, അവിടെയും ജോലി ഇവിടെയും ജോലി, ചേച്ചിക്ക് ജോലി ചെയ്തുകൂടെ, നമ്മുടെ വീഡിയോ കാണാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യം വരത്തില്ല. ഇതിന് മുന്നേ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആൾ തന്നെ അങ്ങ് ചെയ്യുന്നത്. ഞാൻ എന്നിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നു. ബെഡ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടും ആ ഒരു റെസ്റ്റൊന്നും ഞാൻ നോക്കുന്ന പോലും ഇല്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അങ്ങ് ചെയ്യുകയാണ്. പക്ഷെ വേദന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്, അതുകൊണ്ടൊരു പേടിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഫുള്ള് ബെഡ് റെസ്റ്റ് എടുത്താൽ മാത്രമേ അത് മാറത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, ഇല്ലെങ്കിൽ പിന്നെ മാറത്തില്ല, മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. പക്ഷേ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്കിപ്പോൾ റെസ്റ്റ് അങ്ങനെ പൂർണ്ണമായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കുഞ്ഞിനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ്. കുഞ്ഞിന് ഓക്കെ ആയിരുന്നെങ്കിൽ റെസ്റ്റ് എടുക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ അല്ലല്ലോ. അപ്പം കുഞ്ഞിന് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും, നീ പോയി കിടക്ക്, ഞാൻ ചെയ്തോളാം എന്ന്. ആളങ്ങനെ പറഞ്ഞാലും നിന്നങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ആൾക്ക് കുറേ കഴിയുമ്പോൾ വേദനയാവും. പിന്നെ ഇവിടെ വന്ന് കിടന്നിട്ട് വേദനയൊക്കെ തിന്നുന്ന കാണാൻ പറ്റത്തില്ല. അന്നേരം എനിക്കിപ്പോൾ സങ്കടം കൂടുതലാവും. അപ്പോൾ ഞാനും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആ ജോലി അങ്ങ് തീരും. അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്ന് രണ്ടുപേർക്കും റെസ്റ്റ് എടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിക്കും കേട്ടോ. കുഞ്ഞിന് എന്താ പ്രശ്നമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്തൊക്കെയായിരുന്നു പ്രശ്നമൊന്നും, ഇല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഇനിയും ബുദ്ധിമുട്ട് വരുന്നതെന്നും നല്ലതുപോലെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോൾ എനിക്കത് ആളിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാലും എനിക്കതിങ്ങനെ കണ്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ആൾക്ക് പിന്നീട് ബുദ്ധിമുട്ടും വേദനയാകുമ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും മനസ്സിന്. കാരണം ഞാൻ കാരണമാണല്ലോ ഇപ്പോഴും വീണ്ടും ബുദ്ധിമുട്ടായേന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. അതുകൊണ്ട് പിന്നെ ഞാനും കൂടെ അങ്ങ് ചെയ്യും. എന്തായാലും ഇങ്ങനെയൊക്കെ പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു. ഇന്ന് അൽഫാം മന്തിയായിരുന്നു കേട്ടോ മേടിച്ചിട്ട് വന്നേ. അതിലൂടെ ഈ 2 പുളിവെള്ളം കിട്ടും, എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരു ഗ്രീനും മറ്റേത് എനിക്കൊന്ന് തക്കാളി ഇട്ടൊരു ഇതാണ്, അത് എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ 2 സാധനം ഞാൻ തൊട്ടുപോലും നോക്കത്തില്ല. അതിൻ്റെ സ്മെല്ലും എനിക്കിഷ്ടമല്ല, അതിൻ്റെ ടേസ്റ്റും എനിക്കിഷ്ടമല്ല. പിന്നെ ഇത് മയോണിസ് ഇല്ലാത്ത എന്ത് ജീവിതമാണ്. എൻ്റെ പൊന്ന് കിടു സാധനമായിരുന്നു ഇന്ന് കഴിച്ചത്. അപ്പോൾ രണ്ടാം കുറ്റിയിലുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പം അവിടെ മന്തിയൊക്കെയാണ് മെയിനായിട്ടുള്ള സാധനം. മന്തി മാത്രമേ അങ്ങാണ്ടേ ഉള്ളൂ, കുഴിമന്തി ഒക്കെയാണ് ഉള്ളത്. അപ്പം നമുക്ക് കുഴിമന്തി അത്ര ഇഷ്ടമല്ല ഞങ്ങൾക്ക് 2 പേർക്കും. അൽഫാം മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞിന് ഇന്ന് അവിടെ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വന്നു കേട്ടോ. എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് കഴുകി പറക്കുമായിരുന്നു. പിന്നീട് നമ്മളോട് ഹായ് പറയാൻ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. അനുശ്രീക്കും അനുശ്രീയുടെ ഹസ്ബൻഡായ അനുരാജിനും മേഘ മോഹൻ മകളായ റെബേക്ക എം ബിജുവിനും എബ്രഹാം ജോസഫിൻ്റെ മകനായ യബ്നീറിനും ആണ് നമ്മുടെ ഹായ് പറയാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ മക്കൾക്ക് എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെച്ചു. ഇരുന്ന പാത്രങ്ങളൊക്കെ ഉണങ്ങിയിരുന്നയൊക്കെ എടുത്ത് മേളത്തൊക്കെ ആക്കി വെച്ചു. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ, സീ യു.